Hello friends, welcome to StuTrend. നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് +1 മാത്സിലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററിലുള്ള പ്രീവിയസ് ഇയർ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടലി നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. സോ ആദ്യത്തെ 20 ചോദ്യങ്ങൾ ഇതിന്റെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നെക്സ്റ്റ് അടുത്ത 10 വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഈ വീഡിയോയ്ക്കകത്തുള്ളത്. സോ നേരിട്ട് ക്ലാസ്സിനകത്ത് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ റാപ്പിഡ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ചാനലിലെ വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. സോ ഇനിയുള്ള 10 ചോദ്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പറയുന്ന 8 ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർമുലാസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ 10 ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ അത് വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. സോ ഈ 8 ഫോർമുലാസ്, ബേസിക് ആയ 8 ഫോർമുലാസ് ആണ് ബോർഡിനകത്ത് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. cos 2x എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിക്കകത്ത് 4 എക്സ്പ്രഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അതേ സെയിം പാറ്റേണിൽ sin 2x-ന് 2 ഉണ്ട്. സോ ആ മെത്തേഡിലുള്ള ഈ എല്ലാ എക്സ്പ്രഷൻസും പഠിച്ചു വെക്കണം. കാരണം ഓരോ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റാസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. സോ ആ ചോദ്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എല്ലാം ഈ പറഞ്ഞ 8 ഫോർമുലാസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 8 ഫോർമുലാസും പഠിച്ചു വെക്കണം. ഇത് ഞാൻ വായിച്ച് സമയം കളയുന്നില്ല. സോ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നമുക്ക് ചോദ്യങ്ങളോട് വരാം. നമ്മുടെ ആദ്യത്തെ ചോദ്യം, അതായത് ഈ വീഡിയോയിലെ ആദ്യത്തെ ചോദ്യം, ടോട്ടലി നമ്മുടെ 11ാമത്തെ ചോദ്യത്തിലൂടെ നമ്മൾ കടക്കുന്നത്. സോ ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് sin x divided by 1 plus cos x equal to tan x by 2. ഇതൊരു പ്രൂഫ് ആണ്. പ്രൂഫിന്റെ കണ്ടീഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആൻസർ, ഫൈനൽ ആൻസറോട് നമ്മൾ എത്തണം, അല്ലെങ്കിൽ എത്തിക്കണം. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫൈനൽ ആൻസറോട്ട് എത്തിയിട്ട് ഹെൻസ് പ്രൂവ്ഡ് കൊണ്ട് എഴുതിയിരിക്കണം. എന്നാലാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് കംപ്ലീറ്റ് പ്രൂഫ് ശരിയല്ലെങ്കിലും ടീച്ചർമാരെ നമുക്കൊരു സ്പെസിഫിക് മാർക്കിംഗ് അറ്റ്ലീസ്റ്റ് ഇട്ട് തരും. ഇത് 2008 പരീക്ഷകളിൽ ചോദിച്ച ചോദ്യമാണിത്. ഓക്കെ, ഇനി ഇതെങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്രൂഫിലോട്ട് എങ്ങനെ കടക്കാമെന്ന് നോക്കാം. നമുക്കറിയാം sin x-ന് പകരം നമുക്ക് ഏത് ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. sin x-ന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നമുക്കറിയാം sin 2x എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, 2 sin x cos x ആണ്. നമുക്കറിയാലോ sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ് നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്താണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് sin x ആണ്. അപ്പൊ sin x-ന് നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യണം? sin 2x-ന് 2 sin x cos x ആണെങ്കിൽ sin x ഈക്വൽ ടു എന്ത് എഴുതാം? 2 sin x by 2 cos x by 2 എന്ന് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ അല്ലേ? sin 2x ആണെങ്കിൽ 2 sin x cos x ആണ്. ഈ ഫോർമുല നമുക്ക് അറിയുന്ന ഫോർമുലയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ sin x ഉള്ളൂ. സോ എന്ത് എഴുതണം? x-നെല്ലാം എന്ത് എഴുതണം? x by 2 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് ഒന്നാമത്തെ ഒരു ഫോർമുലയാണെന്ന് വെക്കാം. ഫസ്റ്റ് വൺ. അടുത്തത് ഡിനോമിനേറ്റർ നോക്കിക്കേ. 1 plus cos x, 1 plus cos x. ഈ ഒരു ഫോർമാറ്റിൽ വരുന്ന ഫോർമുലാസ് ഏതായിരുന്നു ഞാൻ പറഞ്ഞുതരാം. cos square x equal to 1 plus cos 2x divided by 2. ഇതാണ് ഫോർമുല. നമുക്ക് പഠിക്കാനുള്ള ഫോർമുല ആയിരുന്നു cos square x equal to 1 plus cos 2x divided by 2 എന്ന് പറയുന്ന ഫോർമുല. പക്ഷെ ഇതേ ഫോർമാറ്റിലാണോ കിടക്കുന്നത്? അല്ല, 1 plus cos x ആണ്. സോ ഇനീഷ്യലി ഞാൻ ഈ പറയുന്ന 2-നെ ഇങ്ങോട്ട് ഇടുകയാണ്. സോ 1 plus cos 2x equal to 2 cos square x എന്ന് കിട്ടും. 1 plus cos 2x equal to 2 cos square x. ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്. cos x ഉള്ളൂ, 2 ഇല്ല. ക്ലിയർ അല്ലേ? സോ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യും? x-ന് പകരം x by 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 plus cos x equal to 2 cos square x divided by 2. 2 cos square x divided by 2 നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. 2 cos square x divided by 2 നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഈ പറയുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്റേഴ്സും നമുക്ക് അറിയാവുന്ന ടേമിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? മാറ്റി റീപ്ലേസ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ഇപ്പൊ സിംപ്ലി ഇക്വേഷൻ നമ്പർ a ആക്കി എടുക്കുകയാണ്. So substituting 1 and 2 in equation number A. അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും കിട്ടിയ ഇക്വേഷൻസ് A എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ചോദ്യത്തിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. സോ sin x-ന് പകരം നമുക്ക് എന്ത് എഴുതാം? sin x-ന് പകരം എഴുതാൻ പറ്റുന്നത് 2 sin x by 2 cos x by 2 ആണ്. അതുപോലെ തന്നെ ഡിനോമിനേറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് 2 cos square x by 2 ആണ് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. cos x by 2 cos സ്ക്വയറിലെ സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉള്ളത്? sin x by 2 divided by cos x by 2 ആണ് നമുക്ക് ബാക്കിയുള്ളത്. sin x by 2 divided by cos x by 2. sin theta by cos theta എന്താണ്? tan theta ആണ്. അപ്പോൾ sin x by 2 by cos x by 2 എന്ത് വരും? tan x by 2 എന്ന് വരും. tan x by 2 വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. സോ ഈ മെത്തേഡിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിന് ഞാൻ മുൻപിൽ എഴുതി തന്നെ 8 ഇമ്പോർട്ടന്റ് ഫോർമുലാസ് പഠിച്ചാൽ മാത്രമേ ഈ പറയുന്ന ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ മനസ്സിലാക്കി തന്നെ പഠിക്കാം.
നമ്മുടെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ചോദ്യത്തിലോട്ട് കിടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ടു എക്സ്. ഇതാണ് ഇതിന്റെ വാല്യൂ ആണ്, പ്രൂഫ് അല്ല. നമ്മൾ ചെയ്ത് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ വാല്യൂ എന്നാണ് ചോദ്യം. ക്ലിയർ? സോ ഈ ചോദ്യം നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 മൈനസ് കോസ് ടു എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 മൈനസ് കോസ് ടു എക്സ് നിങ്ങൾക്ക് അറിയുന്ന ഫോർമുലയാണ്. 1 മൈനസ് കോസ് ടു എക്സ് എന്ന് പറഞ്ഞു വെച്ചാൽ 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. 1 മൈനസ് കോസ് ടു എക്സ് എന്ന് വെച്ചാൽ 2 സൈൻ സ്ക്വയർ എക്സ്. നമ്മൾ ആ പറയുന്ന 8 ഫോർമുലാസിൽ ഇത് ഇൻക്ലൂഡഡ് ആണ്. സോ നെക്സ്റ്റ് 1 പ്ലസ് കോസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 കോസ് സ്ക്വയർ എക്സ് ആണ്. 1 പ്ലസ് കോസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. സോ ഈ രണ്ട് വാല്യൂസ് എടുത്ത് നമുക്ക് മുകളിലുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനോ? ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ടു എക്സിന് പകരം 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 കോസ് സ്ക്വയർ എക്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു 2 ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ്, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ്. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് അറിയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണം, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് എന്തായിരിക്കും? ടാൻ എക്സ് ആയിരിക്കും. റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സിന് ഈക്വൽ ആയിരിക്കും. സോ ഇതിന്റെ ഫൈനൽ ആൻസർ എന്താണ്? ടാൻ എക്സ് ആണ്. ടാൻ എക്സ് ആണ് ഫൈനൽ ആൻസർ. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1 മൈനസ് കോസ് ടു എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് ടു എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഞാൻ വർഷം മെൻഷൻ ചെയ്തില്ല, പക്ഷെ ഇത് പ്രീവിയസ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ടാണ് നടക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം 2009 പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണിത്. ചോദ്യം ഇങ്ങനെയാണ്: sin x equal to 12/13 find cos 2x and sin 2x. ഇതിന്റെ വാല്യൂസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് cos 2x ആണ്. സോ cos 2x ന്റെ ഇക്വേഷൻ എന്താണ്? cos 2x equal നമ്മൾ ആ ഫോർമുലാസിൽ പഠിച്ചു 1 മൈനസ് 2 sin square x. cos 2x equal to 1 minus 2 sin square x. ഇതാണ് ഫോർമുല. ഡയറക്റ്റ് ആയി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഈക്വൽ ടു 1 മൈനസ് 2 ഇൻറ്റു sin x എത്രയാണ്? 12/13. ഇവിടെ sin square x ആണ്. സോ 12/13 ഹോൾ സ്ക്വയർ. 12/13 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഈക്വൽ ടു 1 മൈനസ്, ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചാൽ എത്രയാണ്? 2 ഇൻറ്റു, ക്രോസ് ചെയ്യേണ്ട, സ്ക്വയർ ചെയ്യാം. സോ 144 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. 144 ഡിവൈഡഡ് ബൈ 13 ഈക്വൽ ടു 1 മൈനസ് 288 divided by, sorry, 13 ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. 13 ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 169 ആണ്. സോ 169. സോ 1 മൈനസ് 288 ഡിവൈഡഡ് ബൈ 169 എന്ന് കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ, ഇങ്ങോട്ട് ക്രോസ് ചെയ്തിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. സോ 169 മൈനസ് 288 ഡിവൈഡഡ് ബൈ 169 ഈക്വൽ ടു മൈനസ് 119 ഡിവൈഡഡ് ബൈ 169. ക്ലിയർ അല്ലേ? എങ്ങനെയാണ് മൈനസ് വരിക നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. 169 നിന്ന് 288 പോയാൽ മൈനസ് സംഖ്യയാണ് വരിക. സോ നെഗറ്റീവ് 119 ഡിവൈഡ് ബൈ 169. ഇത് എന്തിന്റെ വാല്യൂ ആണ്? cos 2x ന്റെ വാല്യൂ ആണ്. ഇത് cos 2x ന്റെ വാല്യൂ. ഇതാണ് നമ്മുടെ ഒന്നാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ചോദ്യം, cos 2x. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് sin 2x ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. sin 2x ന്റെ ഫോർമുല എന്തായിരുന്നു? 2 sin x cos x. 2 sin x cos x ആയിരുന്നു sin 2x ന്റെ ഫോർമുല. നമുക്ക് sin x ന്റെ വാല്യൂ ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്, പക്ഷെ cos x ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. cos x ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. sin x ഉം cos x ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? sin square x plus cos square x equal to 1 ആണ്. Therefore cos square x equal to 1 minus sin square x. cos square x equal to 1 minus sin square x നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? സോ ഈക്വൽ ടു 1 minus sin x എത്രയാണ്? 12/13. അപ്പോൾ sin square x എത്രയായിരിക്കും? 144 divided by 169. 144 divided by 169. ഒന്ന് സിംപ്ലിഫൈ ചെയ്തേ. സോ 169 മൈനസ് 144 ഡിവൈഡഡ് ബൈ 169 എന്ന് കിട്ടും. ക്ലിയർ? സോ മോഡുകളുടെ വാല്യൂസ് ഞാൻ മായ്ക്കുകയാണ്. സോ ദെൻ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. Therefore cos square x equal to എത്ര വരും? 169 നിന്ന് 144 പോയ 25 ആണ്. 25 ഡിവൈഡഡ് ബൈ 169 എന്ന് വരും. 25 ഡിവൈഡഡ് ബൈ 169. ഇത് cos square x ആണ്. അപ്പൊ cos x എത്ര വരും? cos x equal to ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പൊ റൂട്ട് ഓഫ് 25 ഡിവൈഡഡ് ബൈ 169. റൂട്ട് ഓഫ് 25 എത്രയാണ്? 5. 5 ഡിവൈഡഡ് ബൈ 13 എന്ന് വരും. സോ cos x ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 5 ഡിവൈഡഡ് ബൈ 13 എന്ന് കിട്ടി. സോ ഇതിലെ രണ്ടാമത്തെ ടേമായ cos x നമുക്ക് കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാലോ. സോ sin 2x equal to 2 sin x ന്റെ വാല്യൂ 12/13 into cos x ന്റെ വാല്യൂ
5/30. ക്ലിയർ അല്ലേ? സോ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. 12 ഇൻറ്റു 5 എന്ന് പറയുന്നത് 60 ആണ്. 60 ഇൻറ്റു 2 എന്ന് പറയുന്നത് 120 ആണ്. സോ 120 ഡിവൈഡ് 13 ഇൻറ്റു 13 എന്ന് പറഞ്ഞാൽ 169. ക്ലിയർ? സോ ഇതാണ് നമുക്ക് ഈ പറയുന്ന ചോദ്യത്തിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡിന്റെ sin to x ആൻസർ എന്ന് പറയുന്നത് 120 ഡിവൈഡ് 169. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. പരീക്ഷകളിൽ ഇതേപോലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫോർത്ത് ക്വസ്റ്റ്യനിലൂടെയാണ് നടക്കുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ ബോർഡിലായി എഴുതിയിട്ട് ഷോ ദാറ്റ് 1 minus cos 2x plus sin 2x divided by 1 plus cos 2x plus sin 2x equal to tan x. ഇതൊരു പ്രൂഫ് തന്നെയാണ്. tan x ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. സോ പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് 1 minus cos 2x നമുക്ക് അറിയാം എന്താണ്. 1 minus cos 2x equal to 2 sin square x ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അറിയുമെന്ന് വിചാരിക്കുന്നു. സെയിം വേ 1 plus cos 2x എന്ന് പറഞ്ഞാൽ എന്താണ്, 2 cos square x ആണ്. 1 minus cos 2x എന്ന് വെച്ചാൽ 2 sin square x ആണ്. 1 plus cos 2x എന്ന് വെച്ചാൽ 2 cos square x ആണ്. നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. പിന്നെ sin 2x ന്റെ ഫോർമാറ്റ് എന്താണ്, 2 sin x cos x. sin 2x എന്ന് പറഞ്ഞാൽ 2 sin x cos x ആണ്. ക്ലിയർ? അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ എടുത്ത് നമ്മൾ നമ്മുടെ ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 1 minus cos 2x ന് പകരം 2 sin square x plus 2 sin x cos x whole divided by 2 cos square x plus 2 sin x cos x. ക്ലിയർ? സോ ഇതിൽ ന്യൂമറേറ്ററിൽ നമുക്ക് എന്ത് കോമൺലി പുറത്തെടുക്കാം? ന്യൂമറേറ്ററിൽ നിന്ന് 2 sin x നമുക്ക് കോമൺലി പുറത്തെടുക്കാം. സോ 2 sin x ഞാൻ പുറത്തെടുത്തു. സോ sin x plus cos x എന്ന് കിട്ടി. sin x plus cos x എന്ന് കിട്ടി. ഡിനോമിനേറ്ററും അതുപോലെ തന്നെ ഡിനോമിനേറ്ററിന് 2 cos x നമുക്ക് പുറത്തെടുക്കാം. 2 cos x പുറത്തെടുത്താൽ cos x plus sin x എന്ന് വരും. cos x plus sin x ഉം sin x plus cos x ഉം സെയിം തന്നെയാണ്. നമുക്കറിയാം 1 plus 2 ഉം 2 plus 1 ഉം സെയിം ആണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് രണ്ടെണ്ണം ക്യാൻസൽ ചെയ്ത് കളയാം. ക്യാൻസൽ, sin x plus cos x ഉം cos x plus sin x ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 2 sin x divided by 2 cos x ആണ്. 2 sin x divided by 2 cos x. 2 ക്യാൻസൽ ചെയ്താൽ sin x by cos x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? tan x ന് ഈക്വൽ ആണ്. sin x by cos x എന്ന് പറയുന്നത് tan x ന് ഈക്വൽ ആണ്. സോ അത് തന്നെയല്ലേ അവർ ചോദ്യത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. tan x ആണ് ചോദ്യത്തിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ബേസിക്കലി നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ 3 ഫോർമുലാസ് ആണ്. ഈ 3 ഫോർമുലാസ് ആ 8 ഫോർമുലാസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോർമുലയാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന ചോദ്യത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന ഫോക്കസ് ഏരിയയിൽ തന്നെ നെക്സ്റ്റ് ഒരു സബ് ടോപ്പിക് ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഫോർമുലാസ് ടു കൺവേർട്ട് സം ആൻഡ് ഡിഫറൻസ് ഇൻ ടു പ്രോഡക്റ്റ് എന്നാണ് ഇതിന്റെ ടൈറ്റിൽ വരുന്നത്. അതൊന്നുമില്ല, ഇവിടെ പ്ലസിനെയും മൈനസിനെയും എല്ലാം നമ്മൾ പ്രോഡക്റ്റ് ആക്കി മാറ്റുക. ഓക്കെ, അതായത് sin x plus sin y എന്ന് പറയുന്നത് 2 sin x plus y by 2 cos x minus y by 2. അതായത് ഇത് രണ്ട് പ്രോഡക്റ്റിന്റെ ഫോർമാറ്റിലോട്ട് മാറ്റുകയാണ്. സോ ഒരു 4 ഇമ്പോർട്ടന്റ് ആയ ഫോർമുലാസ് ആണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് എല്ലാം ഈ 4 ഫോർമുലാസിനെ ബേസ് ചെയ്ത പ്രോബ്ലംസ് ആണ്. സോ ഇതും മുൻപിലത്തെ പോലെ തന്നെ, മുൻപിലത്തെ 8 ഫോർമുലാസ് പോലെ തന്നെ ഈ 4 എണ്ണവും തറവായി തന്നെ പഠിക്കാം. ഒരു 2-3 തവണ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇത് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും. ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ഇപ്പൊ രണ്ടാമത് നോക്കുമ്പോൾ സൈൻ ഉള്ള അവിടെ കോസ് ആയിരിക്കും, കോസ് ഉള്ള അവിടെ സൈൻ ആയിരിക്കും. പക്ഷെ ബാക്കി 2 സെറ്റില് കോസിന്റെ സൈൻ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ cos x minus cos y ന്റെ ഫ്രണ്ടിൽ എന്തുണ്ട്, ഒരു മൈനസ് സൈൻ ഉണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഫോർമുലാസ് ആണ്. നമ്മുടെ 5th ചോദ്യത്തിലൂടെയാണ് നമ്മൾ കിടക്കുന്നത്. 5th ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2 വർഷം ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. മാർച്ച് 2011 മാർച്ച് 2015 ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മുൻപിൽ പഠിച്ച ആ 4 ഫോർമുലാസ് ബേസ് ചെയ്തൊരു ചോദ്യമാണിത്. അതായത് cos x plus cos y ന്റെ അതേ ഫോർമാറ്റ് ആണ്. പക്ഷെ എക്സിനും വൈക്കും പറയുമ്പോൾ എന്താ ഉള്ളത്, π/4 plus x ഉം π/4 minus x ഉം ആണ്. സോ അത് നമ്മൾ ആദ്യം തന്നെ ഇനീഷ്യലി നമ്മൾ അസ്യൂം ചെയ്യണം ഇത് x ആണ്, ഇത് y ആണ്. എന്നാലും നമുക്ക് ആ ഫോർമുലയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് cos x plus cos y ആ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ഇത് ഫോർമാറ്റ് ആണ്, cos x plus cos y യുടെ ഫോർമാറ്റ് ആണ്. സോ എന്താണ് ഫോർമുല? 2 cos x plus y by 2 cos x minus y by 2. ഇതല്ലേ ഫോർമുല? ഇതാണ് ഫോർമുല. സോ ഇത് ഇനീഷ്യലി തന്നെ ഈ π/4 plus x ആയിട്ടും π/4 minus x എന്ന് പറയുന്ന y ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുലയാണ് നമുക്കൊരു ധാരണ വരത്തുള്ളൂ. ക്ലിയർ? സോ ഇനി നമുക്ക് ഡയറക്റ്റ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 cos x ന്റെ സ്ഥാനത്ത് എന്താ ഉള്ളത്? π/4 plus x ആണ്. സോ π/4 plus x പ്ലസ് അടുത്തത് y യുടെ സ്ഥാനത്ത് π/4 minus x whole divided by 2. ക്ലിയർ അല്ലേ? whole divided by 2. അടുത്തത് ബാക്കിയുള്ള ടേം ഞാൻ താഴെ എഴുതട്ടെ. നെക്സ്റ്റ് ടേം ഇൻറ്റു സെക്കൻഡ് ടേം ഞാൻ താഴെ എഴുതുകയാണ്. cos
ഇതേപോലെ തന്നെ π/4 പ്ലസ് എക്സ് മൈനസ് ഇടയിൽ എന്താണ് മൈനസ് ആണ് വരിക എക്സ് മൈനസ് വൈ അല്ലേ സോ ഇടയിൽ എന്ത് വരും മൈനസ് വരും മൈനസ് വൈ വൈയുടെ ടേം ഏതാണ് π/4 മൈനസ് എക്സ് ആണ് വൈയുടെ ടേം എന്ന് പറയുന്നത് π/4 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 2 ഇത്തരത്തിലാണ് വരിക സോ ഇതിൽ തന്നെ ഞാനൊരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുകയാണ് ഈ മൈനസിനെ ഞാൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് സോ മൈനസ് π/4 എന്ന് വരും പ്ലസ് എക്സ് എന്ന് വരും മൈനസ് π/4 എന്ന് വരും പ്ലസ് എക്സ് എന്ന് വരും സോ ഈ ഒരു ചേഞ്ച് ഞാൻ ഇവിടെ തന്നെ നടത്തണം കേട്ടോ ദെൻ ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്താം മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസൽ ചെയ്ത് പോകും മൈനസ് π/4 പ്ലസ് π/4 ക്യാൻസൽ ചെയ്ത് പോകും സോ റിമൈനിങ് ടേംസ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് 2 cos π/4 പ്ലസ് π/4 എത്രയാണ് 2π/4 2π/4 ഹോൾ ഡിവൈഡഡ് ബൈ 2 cos ഇവിടെ എന്താ ഉള്ളത് എക്സും എക്സും എത്രയാണ് 2x ഡിവൈഡഡ് ബൈ 2 എന്ന് 2x ലെ 2 ഈ 2 നമുക്ക് ക്യാൻസൽ ക്യാൻസൽ ചെയ്യാം ഈ 2 മുകളിലോട്ട് പോയി നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതാം 2 cos 2π ഡിവൈഡഡ് ബൈ 8 എന്ന് വരും ഈ 2 മുകളിലോട്ട് പോകുമ്പോൾ 4 into 2 വരും സോ 8 എന്ന് വരും പിന്നെ cos x എന്ന് വരും into cos x എന്ന് വരും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു സോ 2 ഉം 8 ഉം ക്യാൻസൽ ചെയ്യാം സോ 4 times so equal to 2 cos π/4 into cos x 2 cos π/4 into cos x cos π/4 ന്റെ വാല്യൂ എത്രയാണ് cos π/4 ന്റെ വാല്യൂ എത്രയാണ് 1/√2 ആണ് cos π/4 ന്റെ വാല്യൂ എത്രയാണ് 1/√2 ആണ് ട്രിഗണോമെട്രിക് ഇനീഷ്യൽ സ്റ്റെപ്പിൽ നമ്മൾ ഇത് പഠിപ്പിച്ച കാര്യമാണ് cos π/4 ന്റെയും cos π/2 ന്റെയും എല്ലാ വാല്യൂസ് ഫൈൻ സോ cos π/4 ന്റെ വാല്യൂ 1/√2 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ സോ ഈക്വൽ ടു 2 into cos π/4 ന് പകരം 1/√2 into cos x ക്ലിയർ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇപ്പോഴും നമുക്ക് ഉദ്ദേശിക്കുന്ന ആൻസറിലോട്ട് എത്തിയിട്ടില്ല √2 into cos x ആണ് സോ ഈ 2 നെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ 2 equal to √2 into √2 ആക്കി എഴുതാം 2 എന്ന് പറഞ്ഞാൽ √2 into √2 ആണ് സോ 2 നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ സോ √2 into √2 into 1/√2 into cos x എഴുതാം into cos x എഴുതാം ക്ലിയർ അല്ലേ 2 നെ നമ്മൾ √2 into √2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ √2 ഉം ഈ √2 ഉം ക്യാൻസൽ ചെയ്ത ബാക്കി എന്താ ഉള്ളത് √2 cos x ഇതാണ് നമ്മുടെ RHS എന്ന് പറയുന്നത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് √2 cos x ആണെന്നല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സോ വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും സോ അതിന് ബേസിക്കലി നിങ്ങൾക്ക് ആവശ്യം അറിയേണ്ടത് ആ 4 ഫോർമുലാസിലെ cos x plus cos y ന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയണം അതുപോലെ തന്നെ cos π/4 ന്റെ വാല്യൂ 1/√2 ആണെന്ന് കൂടി നിങ്ങൾക്ക് അറിയണം അത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് രണ്ട് പരീക്ഷകളിൽ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ 6th ക്വസ്റ്റ്യൻ ആറാമത്തെ ചോദ്യമാണ് ബോർഡിനകത്ത് എത്തിയിരിക്കുന്നത് ഒരു പ്രൂഫ് ആണ് വളരെ സിമ്പിൾ ആയ ചോദ്യമാണ് പ്രൂവ് ദാറ്റ് sin 5x minus sin 3x divided by cos 5x plus cos 3x equal to tan x ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് സോ ഇങ്ങനത്തെ പ്രൂവ് ഏത് ഫോർമാറ്റ് തന്നെ അതേ മുൻപിലുള്ള 4 ഫോർമുലാസിലുള്ള ഫോർമാറ്റ് ആണ് sin x minus sin y എന്ന് പറയുന്ന ഫോർമാറ്റ് ആണ് സോ നമുക്ക് ആദ്യം ഇനീഷ്യലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ 5x നെ x ആയിട്ടും 3x നെ y ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യണം കാരണം അത് ഇനീഷ്യലി അങ്ങനെയാണല്ലോ sin x minus sin y ആയിട്ട് നമുക്ക് തോന്നണം അതുപോലെ തന്നെ cos x plus cos y ആയിട്ട് നമുക്ക് തോന്നണം ക്ലിയർ അല്ലേ ഇനി നമുക്ക് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ ആൻസറിലോട്ട് sin x minus sin y എന്താണ് 2 cos x plus y അതായത് 5x plus 3x divided by 2 sin x minus y ആണ് so 5x minus 3x divided by 2 whole divided by cos x plus cos y യുടെ ഫോർമുല എന്താണ് 2 cos x plus y by 2 so 5x plus 3x divided by 2 cos 5x minus 3x divided by 2 direct substitution ഒരു ബുദ്ധിമുട്ടും ഇല്ല so equal to 2 cos 5x plus 3x എത്രയാണ് 8x divided by 2 എത്രയാണ് 4x ആണ് 4x into sin 5x minus 3x എന്ന് പറഞ്ഞാൽ 2x ആണ് 2x divided by 2 എന്ന് പറഞ്ഞാൽ x ആണ് whole divided by ഇവിടെ 2 cos ഇതും സെയിം 4x into cos x എന്ന് വരും into cos x എന്ന് വരും ക്ലിയർ അല്ലേ സോ 2 cos 4x ന്യൂമറേറ്റർ ഉണ്ട് ഡിനോമിനേറ്റർ ഉണ്ട് കട്ട് ചെയ്ത് കളയാം സോ ബാക്കി എന്താ ഉള്ളത് sin x by cos x ആണ് sin x by cos x എത്രയാണ് tan x ആണ് sin x by cos x എന്ന് പറയുന്നത് tan x ആണ് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഈക്വൽ ടു RHS കൊണ്ട് എഴുതാം ഈക്വൽ ടു RHS ഹെൻസ് പ്രൂവ്ഡ് കൊണ്ട് എഴുതിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം വളരെ സിമ്പിൾ ആണ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇമ്പോർട്ടന്റ് ചോദ്യം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് ഏഴാമത്തെ ചോദ്യത്തിലൂടെ നടക്കുന്നത് ഏഴാമത്തെ ചോദ്യം പ്രൂഫ് ആണ് പ്രൂവ് ദാറ്റ്
sin 5x plus sin 3x divided by cos 5x plus cos 3x equal to tan 4x എന്ന് പറയുന്ന പ്രൂഫാണ്. ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 3 വർഷം കണ്ടിന്യൂസ്ലി പബ്ലിക് എക്സാമിൽ ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തു. 2010, 2013, 2015 അടുത്ത് നിങ്ങളുടെ ആവണമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആയാൽ അത്രയും സിമ്പിൾ ആണ്. വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ നമുക്ക് ഇതിന്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. sin x plus sin y താഴെ cos x plus cos y ഡയറക്റ്റ് ആയി നമുക്ക് ചെയ്യാലോ. sin x plus sin y യുടെ ഇക്വേഷൻ എന്താണ്? 2 sin x plus y അതായത് 5x plus 3x divided by 2 cos 5x minus 3x divided by 2 whole divided by താഴെ cos x plus cos y ആണ്. സോ എന്ത് വരും? 2 cos 5x plus 3x divided by 2 cos 5x minus 3x divided by 2 ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഒരു ബുദ്ധിമുട്ടുമില്ല, നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമ്മുടെ ആ ഫോർമുലയിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. 5x plus 3x എന്ന് വെച്ചാൽ 8x, 8x divided by 2 എന്ന് പറഞ്ഞാൽ 4x നേരിട്ട് തന്നെ എഴുതാം. ഈക്വൽ ടു 2 sin 4x into cos x 5x minus 3x 2x ആണ്. 2x by 2 എന്ന് പറഞ്ഞാൽ x ആണ്. സോ into cos x whole divided by ഇവിടെ 2 cos 4x into cos x എന്ന് വരും. into cos x എന്ന് വരും. ക്ലിയർ? സോ ഈ പറയുന്ന cos x ഉം cos x നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 ഉം 2 ഉം ക്യാൻസൽ ചെയ്യാം. sin 4x divided by cos 4x എത്രയാണ്? sin 4x divided by cos 4x എന്ന് പറഞ്ഞാൽ tan 4x ആണ്. tan 4x ആണ്. സോ വളരെ സിമ്പിൾ ആണ്. ഏകദേശം 3 സ്റ്റെപ്പിൽ നമുക്ക് ഈ ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇതാണ് നമ്മുടെ RHS അല്ലെങ്കിൽ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. RHS ആണ്. tan 4x ആണ് നമ്മുടെ പ്രൂഫ് എന്ന് പറയുന്നത്. സോ 3 പരീക്ഷയിൽ ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് 3 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ എട്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയ എട്ടാമത്തെ ചോദ്യമാണിത്. ഇതൊരു പ്രൂഫ് തന്നെയാണ്. പ്രൂവ് ദാറ്റ് sin x minus sin 3x divided by sin square x minus cos square x equal to 2 sin x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാമെന്നത്? ന്യൂമറേറ്റർ നമുക്ക് അറിയുന്ന അതേ മെത്തേഡ് sin x minus sin y എന്ന് പറയുന്ന മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിനോമിനേറ്ററിന് ഒരു വ്യത്യാസമുണ്ട്. അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ cos square x minus sin square x ആണെങ്കിൽ cos 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos square x minus sin square x ആണെങ്കിൽ cos 2x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ പക്ഷെ എന്താണ്? sin square x minus cos square x ആണ്. സോ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലൂടെ നമ്മൾ മാറ്റണം. സോ ന്യൂമറേറ്റർ നമുക്ക് അറിയാവുന്ന അതേപോലെ 2 cos x plus y by 2 അതായത് x plus 3x divided by 2 sin x minus 3x divided by 2 whole divided by ഞാൻ പറഞ്ഞു ഇത് ഏത് ഫോർമാറ്റിൽ വരണം? cos square x minus sin square x ന്റെ ഫോർമാറ്റിൽ വരണം. സോ cos square x minus sin square x. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു നേരിട്ട് എങ്ങനെയാണ് sin square x minus cos square x നെ cos square x minus sin square x എന്ന് മാറ്റി എഴുതാൻ പറ്റുക? സോ ഒന്നുമില്ല, ജസ്റ്റ് പുറത്തൊരു മൈനസ് ഇട്ടാൽ മാത്രം മതി. ഈക്വൽ ടു 2 cos x plus 3x എന്ന് പറഞ്ഞാൽ 4x ആണ്. 4x by 2 എത്രയാണ്? 2x ആണ്. 2x into sin x minus 3x എന്ന് പറഞ്ഞു വെച്ചാൽ minus 2x ആണ്. minus 2x divided by 2 എത്രയാണ്? minus x ആണ്. സോ sin of minus x whole divided by minus ഇതെന്താണ്? cos square x minus sin square x എന്ന് പറഞ്ഞാൽ cos 2x ആണ്. സോ minus cos 2x എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് sin of minus x എന്ന് പറഞ്ഞാൽ minus sin x ന് ഈക്വൽ ആണ്. sin of minus x എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? minus sin x ന് ഈക്വൽ ആണ്. സോ ഈ മൈനസ് സൈൻ നമുക്ക് എന്ത് ചെയ്യാം? കോമൺലി പുറത്തെടുക്കാം. സോ ഈക്വൽ ടു minus 2 cos 2x into sin x എന്ന് വരും ഡിവൈഡഡ് ബൈ minus cos 2x. ക്ലിയർ അല്ലേ? സോ ഈ പറയുന്ന cos 2x ഉം cos 2x ഉം ക്യാൻസൽ ചെയ്യാം. മൈനസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി എന്തേ ഉള്ളൂ? ബാക്കി നോക്കുക. സോ 2 ഉണ്ട് ഇവിടെ sin x അത്രേ ഉള്ളൂ. അതായത് 2 sin x മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. ഇതാണ് നമ്മുടെ RHS. ഇതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 2 sin x എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ വളരെ സിമ്പിൾ ആണ്. ഈ പറയുന്ന ബേസിക് ലോജിക് നിങ്ങൾക്ക് അറിയണം. ഡിനോമിനേറ്ററിൽ എന്താണ് മാറ്റിയിടുക അറിയണം. മാറ്റിയിടുന്ന സമയത്ത് നെഗറ്റീവ് സൈൻ പുറത്തിടാനും അറിയണം. സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്ന മൈനസ് സൈൻ എക്സ് ആണെന്ന് പറയണം. സോ വളരെ സിമ്പിൾ ആണ്, മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. ഇതൊരു പ്രൂഫാണ്. sin square 6x minus sin square 4x equal to sin 2x into sin 10x ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. സോ ഇത് ചെറിയൊരു ഡിഫറൻറ്റ് ആണ്. ഇത്ര നേരം ചെയ്തതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് നമുക്കറിയാം sin square 4x ഉം sin square 6x ഉം ആണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? sin x ഉം sin y ഉം അല്ലെങ്കിൽ cos x ഓ cos y ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ സ്ക്വയർ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്വയർ ആദ്യം തന്നെ എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. സോ ഇവിടെ ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത് വെച്ചാൽ a square minus b square. a square minus b square നമുക്ക് എങ്ങനെ എഴുതാം? a plus b into
എ മൈനസ് ബി ആക്കി എഴുതാം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി എഴുതാൻ പറ്റില്ലേ? പറ്റും. സോ അതേപോലെ നമുക്കിവിടെ മാറ്റി എഴുതാലോ? മാറ്റി എഴുതാൻ പറ്റും. അതായത് സൈൻ 6x മൈനസ് സൈൻ 4x ഇൻറ്റു, അല്ലെങ്കിൽ സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x ആക്കി നമുക്ക് മാറ്റി എഴുതാം. ക്ലിയർ അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആക്കി നമ്മൾ മാറ്റി എഴുതി. സൈൻ എ ഇത് എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് സൈൻ വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈയും ഇത് സൈൻ എക്സ് മൈനസ് സൈൻ വൈന്റെ ഫോർമാറ്റിലാണ്. നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? വലുതാക്കാം. സോ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈൻ എക്സ് പ്ലസ് വൈ 6x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 2 കോസ് 6x മൈനസ് 4x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു നെക്സ്റ്റ് ഇതിനെ മാറ്റുമ്പോൾ സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണ്. സോ എന്ത് വരും? 2 കോസ് എക്സ് പ്ലസ് വൈ, അതായത് 6x പ്ലസ് 4x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു, ഞാൻ താഴെ ഡിനോമിനേറ്റർ നെക്സ്റ്റ് ടേം എഴുതുകയാണ്, സൈൻ 6x മൈനസ് 4x ഡിവൈഡഡ് ബൈ 2. ക്ലിയർ? സോ ഈ പറയുന്ന ഈ ടേമിന് നമ്മൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഞാൻ താഴെ എഴുതി. ജസ്റ്റ് ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാലോ? ചെയ്യാം. സോ 2 സൈൻ 6x പ്ലസ് 4x എത്രയാണ്? 10x. 10x ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 5x ആണ്. ഇൻറ്റു കോസ് 6x മൈനസ് 4x എന്ന് പറഞ്ഞാൽ 2x ആണ്. 2x ബൈ 2 എന്ന് പറഞ്ഞാൽ x ആണ്. ഇൻറ്റു കോസ് x ഇൻറ്റു നെക്സ്റ്റ് കേട്ടോ 2 കോസ് 6x പ്ലസ് 4x 10x 10x ബൈ 2 എന്ന് പറഞ്ഞാൽ 5x ആണ്. 5x ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടും. 5x ഇൻറ്റു സൈൻ എക്സ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ 2 എടുക്കുന്നു, ഈ സൈൻ എക്സ് എടുക്കുന്നു, ഈ കോസ് എക്സ് എടുക്കുന്നു. സോ എന്ത് വരും? 2 സൈൻ എക്സ് കോസ് എക്സ് എന്നത് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു നെക്സ്റ്റ് ഇടാം. ഈ 2 സൈൻ 5x എടുക്കുന്നു, 2 സൈൻ 5x എടുക്കുന്നു ഇൻറ്റു ഇവിടെ എന്തുണ്ട്? കോസ് 5x ഉണ്ട്. സോ കോസ് 5x എടുക്കുന്നു ഇൻറ്റു കോസ് 5x. ക്ലിയർ? സോ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തതാണ്. അതായത് നമുക്കറിയാം 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? സൈൻ 2x ഈക്വൽ ആണ്. അതുപോലെ തന്നെ 2 സൈൻ 5x ഇൻറ്റു കോസ് 5x എന്തിന് ഈക്വൽ ആയിരിക്കും? എന്തിന് ഈക്വൽ ആയിരിക്കും? സൈൻ 10x ഈക്വൽ ആയിരിക്കും. സൈൻ 10x ഈക്വൽ ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ആൻസറിൽ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സോ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു റീഅറേഞ്ച്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 സൈൻ എക്സ് കോസ് എക്സ് ആക്കി മാറ്റി എഴുതുന്നതും 2 സൈൻ 5x ഇൻറ്റു കോസ് 5x ആക്കി മാറ്റി എഴുതുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് പഠിച്ചു വെക്കുക. എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ 10ാമത്തെ ചോദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇതേ പാറ്റേണിലുള്ള ചോദ്യമാണ്, വലിയ ഡിഫിക്കൽട്ടി ഇല്ല. സോ 10ാമത്തെ ചോദ്യം കോസ് എക്സ് പ്ലസ് കോസ് വൈ ഹോൾ സ്ക്വയർ പ്ലസ് സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 കോസ് സ്ക്വയർ എക്സ് മൈനസ് വൈ ബൈ 2. ഇതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പ്രൂഫ് കിട്ടുകയാണെങ്കിൽ ഓക്കെ ഫൈൻ. കാരണം നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഒരേ പാറ്റേൺ ചെയ്തിട്ട് ഒരു ചോദ്യം ഹോംവർക്ക് തരുന്നതിൽ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. സോ ഈ പറഞ്ഞ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ഫൈൻ. സോ വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.